ഹായ്. ഇന്ന് വന്നിരിക്കുന്നത് വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോ നമുക്ക് കണ്ടു നോക്കിയാലോ. ഇതിപ്പോ വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഞാനും പൊന്നൂസും കൂടി ചേച്ചിയുടെ സ്കൂൾ വരെ പോവാണ്. ചേച്ചിയുടെ സ്കൂളിന്റെ അവിടെ തന്നെയാണ് കരാട്ട ക്ലാസ്സിന് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ചേച്ചിനെ കരാട്ട ക്ലാസ്സിൽ നിന്നും വിളിക്കാനായിട്ട് പോവാണ്. ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പൊ അതാ ഞാൻ നോക്കിയപ്പോഴത്തേക്കും മില്ലിന്റെ അവിടെ, ഞങ്ങളുടെ പൊക്കത്ത് തന്നെ ഒരു മില്ലുണ്ട്, അവിടെ ഉണക്കാനിട്ടിരിക്കുകയാണ് മുളകൊക്കെ. നമുക്ക് നാടൻ വെളിച്ചെണ്ണ അങ്ങനെ സാധനമൊക്കെ കിട്ടും. നല്ലതാണ്, വീടിനടുത്തൊക്കെ ഒരു മില്ലുള്ള നല്ലതല്ലേ. അപ്പൊ ഞങ്ങളിങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും പൊന്നൂസ് പറയുവാ ചേച്ചിനെ വിളിക്കാൻ പോവാണെന്നൊക്കെ അവള് പറയുവാണ്. ഇതാ സ്കൂൾ എത്താറായി. ചേച്ചിയുടെ സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ് കരാട്ടെ ക്ലാസ്. സ്കൂള് ശരിക്കും പറഞ്ഞാൽ 3 മണി വരെ ഉള്ളൂ. 3 മണി തൊട്ട് 4:30 വരെയാണ് കരാട്ടെ ക്ലാസ്. അത് ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. ആ ദിവസമാണ് ഇന്ന്. അപ്പോൾ ആള് ടയേർഡായിരിക്കും, ഞങ്ങളെയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഒരിത്തിരി വൈകിയാൽ മതി, ചേച്ചിയുടെ മുഖം മാറും. ഇത് കണ്ടോ, ആകെ ഒരു ചക്കയേ ഉള്ളൂ, കുഞ്ഞിപ്പിളാവില്. ഇതാ ഞങ്ങൾ അങ്ങനെ കരാട്ടെ ക്ലാസ്സിലെത്തി. ചേച്ചി നടന്നു വരികയാണ്, ടയേർഡായിട്ട് ഇങ്ങനെ ഒരു കുണ്ടയെ പോലെ നടന്നു വരികയാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് അവൾ ഓടി വരും. അവൾക്ക് ബാഗും വേണ്ട, ഷൂവും വേണ്ട, ഒന്നും വേണ്ട. അവൾ നേരെ എൻ്റെ അടുത്തേക്ക് വരും വിശേഷങ്ങൾ പറയാൻ. അപ്പൊ ചെറുത് പോയിട്ട് ഇതാ ചേച്ചിയുടെ ബാഗ് എടുത്തോണ്ട് വന്നു. പുറത്ത് വെച്ച് കണ്ടാല് ചേച്ചി അതിനകത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടാ. പക്ഷെ വീട്ടിൽ വെച്ച് 2 ഇടിയാ എപ്പോഴും. കരാട്ടെ ക്ലാസ് കഴിഞ്ഞാല് കുട്ടിക്ക് ഭയങ്കര വിശപ്പിലായിരിക്കും ആള്. അപ്പോ വീടെത്താനൊന്നും ആൾക്ക് ക്ഷമയൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, സ്കൂളിന് അടുത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട്, അവിടെ കയറി ചായയൊക്കെ കുടിച്ച് കഴിക്കാനുള്ളതൊക്കെ കഴിച്ചിട്ടാണ് നേരെ വീട്ടിലേക്ക് പോവുള്ളൂ. സ്കൂളിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ വീട്ടിലേക്ക്. കുറച്ച് നേരം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പോവാം. റെയിൽവേ പാളമൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. വീടെത്തിക്കഴിഞ്ഞാല് കുളിയൊക്കെ കഴിഞ്ഞ്, രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരുന്നോളും. അല്ലെങ്കിൽ വല്ല ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ തന്നെ ഇരുന്ന് ചെയ്തോളും. ഒന്നും നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം വന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ ചെറുതും അവിടെ എന്തെങ്കിലും ബുക്ക് എടുത്ത് ഇരുന്ന് കളറൊക്കെ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളും. മൂത്തോള് പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പണിയിലോട്ട് കടക്കും. ഞാൻ എൻ്റെ പണിയിലോട്ട് കടന്നിരുന്നു. സവാളയൊക്കെ അരിഞ്ഞ് മസാലയൊക്കെ ഒന്ന് ചൂടാക്കി നമ്മുടെ ബീഫൊക്കെ വേവിച്ച്, രാത്രി ബീഫ് കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഇതിപ്പോൾ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ബീഫ് ഓൾറെഡി ഞാൻ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ, ആഗ്രഹമുള്ളവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പുട്ടിന് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് രാത്രി. അരിപ്പുട്ടും നമ്മുടെ ബീഫ് കറിയാണ്. അത് നല്ല കോമ്പിനേഷൻ അല്ലേ. എത്ര പേർക്ക് അങ്ങനെ ഇഷ്ടമാണ് രാത്രി ഇങ്ങനെ പുട്ടും കറിയൊക്കെ കൂട്ടി കഴിക്കാൻ. ഇതാ പുട്ട് റെഡി ആയിട്ടുണ്ട്, അരിപ്പുട്ട്. ഇനിയും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതാ ബീഫ് കറി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബീഫ് കറി. ബീഫ് കറി ഞാൻ ഉണ്ടാക്കുന്ന രീതി ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ കാണാത്തവര് വീഡിയോ കണ്ടു നോക്കണം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇതാ രണ്ടുപേരും കൂടി ഇങ്ങനെ കിടന്നിട്ടുണ്ട്. ഇനി ചിരിയും കളിയും നല്ല ബഹളമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുള്ളൂ. ഇപ്പൊ കിടക്കുന്നു മാത്രം, ഉറങ്ങിയൊന്നുമില്ല ഇപ്പോഴൊന്നും. കുറെ വർത്താനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ കിടക്കുള്ളൂ. അപ്പൊ ഞങ്ങളുടെ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുഞ്ഞു വിശേഷങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇനിയും ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു. ഗുഡ് നൈറ്റ്.